ശ്രീ രാഹുൽ ഈശ്വർ ഈ മൊഴികളൊക്കെ പരിശോധിക്കുമ്പോഴും SFIയുടെ റിപ്പോർട്ട് പരിശോധിക്കുമ്പോഴും ഈ പറയുന്ന എക്സാലോജിക്കും വീണ വിജയനും നൽകിയ സേവനങ്ങൾ 2.78 കോടി രൂപയുടേതാണ്. തൊട്ടു പിന്നാലെ വന്ന ATNA എന്നുള്ള ഏജൻസി നൽകിയത് 3.65 ലക്ഷത്തിൻ്റെ സേവനമാണ്. എത്രയോ ഇരട്ടി പണമാണ് എക്സാലോജിക്കും വീണ വിജയനും ചേർന്ന് CMRL നിന്ന് കൈപ്പറ്റിയത്. എന്നിട്ട് ഇവർ ഒരു സേവനവും നൽകിയില്ല. ഒരു മാറ്റം ഈ പറയുന്നത് പോലെയുള്ള അതേ സോഫ്റ്റ്വെയർ തന്നെയാണ് അവിടെ വീണ വിജയൻ ഉള്ള സമയത്തും വീണ വിജയൻ പോയ സമയത്തും ഉപയോഗിച്ചു വന്നിരുന്നത്. ശ്രീ മഞ്ജുഷ്, ഒരു സംശയമില്ല, ആ ഗ്രേ ഏരിയയാണ്, അതിൽ കൂടുതൽ വ്യക്തത വരേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ആ ഗ്രേ ഏരിയ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ വ്യക്തമായൊരു ഒബ്സർവേഷനാണ്. ഓഗസ്റ്റ് 7, 2025 ED കുറിച്ച് പറയുന്നതാണ്. ED ഹാസ് ബീൻ സക്സസ്ഫുൾ ഇൻ സെന്റൻസിങ് ദം ഓൾമോസ്റ്റ് വിത്തൗട്ട് എ ട്രയൽ ഫോർ ഇയേഴ്സ് ടുഗദർ. ED പല ആൾക്കാരെയും വർഷങ്ങളോളം ഈ രീതിയിൽ കുടുക്കി കിടത്തിയിരിക്കുകയാണ്. ദേ ഹാവ് ബീൻ സെന്റൻസ് വിത്തൗട്ട് എ ട്രയൽ. ഒരു വിചാരണ കൂടാതെ ഇവരെ കുറ്റക്കാരാക്കിയിരുന്നു എന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന BR ഗവായി വളരെ വ്യക്തമായി ഒരു കൺസേൺ ആയി പറയുകയാണ്. നേരത്തെ ഞങ്ങളുടെ ചാനലിലെ കമന്റ് എഴുതുന്ന ആൾക്കാരുമാണ്. അവർ പലപ്പോഴും EDയുടെ പ്രസ് നോട്ട് കണ്ടിട്ട് പറയുകയാണ് EDയുടെ കൺവിക്ഷൻ റേറ്റ് 94%. സുപ്രീം കോടതി കൺവിക്ഷൻ റേറ്റ് 0.1 ആണ്. രാഹുലെ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. അതായത് രാഹുൽ ഇതിനകത്ത് ഈ ചർച്ചയ്ക്കകത്തോട്ട് ED എന്ന് പറയുന്ന ഒരു എലമെന്റ് കൊണ്ടുവന്നിട്ട് ഇതിനെ വഴിതിരിച്ചു വിടാനാണ് ശ്രമിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SFIOയുടെ റിപ്പോർട്ടാണ്. നമ്മൾ SFIOയുടെ റിപ്പോർട്ടിന്റെ ബേസിലാണ് ചർച്ച ചെയ്യുന്നത്. SFIO EDയും രണ്ട് ഡിഫറന്റ് ആയിട്ടുള്ള ഏജൻസികളാണ്. SFIO എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അന്വേഷിച്ചത്, അതായത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് മുന്നോട്ട് വെച്ച ഒരു വിധി, ആ വിധി എന്ന് പറയുന്നത് ഒരു മാസപ്പടിയാണ് ഈ കൊടുത്തത്, അതുകൊണ്ട് അവർ ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞ ഒരു അന്തിമ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു CMRനെതിരെ. ആ അന്തിമ വിധിക്ക് ശേഷം ഉടനടി നടപടിയെടുക്കേണ്ട കേന്ദ്ര സർക്കാർ, അതായത് ഇതുപോലെ വളരെ കൃത്യമായിട്ട് മാസപ്പടി എന്ന് പറയുന്ന ആരോപണം ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ ഫൈനൽ ഉത്തരവിൽ വന്ന ശേഷം അത് ആ നടപടി എടുക്കാൻ 6 മുതൽ 8 മാസം വരെയാണ് വൈകിയത്. 6 മുതൽ 8 മാസത്തിന് ശേഷമാണ് SFIO എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഈ അന്വേഷണം ഏറ്റെടുക്കുന്നത്. സത്യത്തില് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന് പറയുന്ന ഒരാളിനെതിരെ ഇതുപോലെ ആരോപണം വന്നാൽ ഇമ്മീഡിയറ്റ്ലി അടുത്ത ഏജൻസി അന്വേഷണം ഏറ്റെടുക്കുന്നത്. ശരി രാഹുൽ, അല്ലല്ല, EDയുടെ റെയ്ഡ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനം സംഭവിച്ചാണ്. അതിനു മുമ്പ് SFIOയുടെ റിപ്പോർട്ടിനകത്തും അത് മൊത്തം വന്ന സംഭവങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. SFIOയുടെ റിപ്പോർട്ടിലും ചോദ്യം ചെയ്യലിലും വീണ വിജയൻ വളരെ കൃത്യമായിട്ട് യാതൊരു കാര്യമായ സേവനവും നൽകിയിട്ടില്ല എന്നതുപോലെ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ വീണ്ടും മാസപ്പടി എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ വാക്കല്ലേ ശരിക്കും? രാഹുലെ, ഈ ശ്രീ രാഹുൽ ഈശ്വർ, ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കൃത്യമായിട്ട് അതിന്റെ എന്താ പറയുന്ന വിധിയില് വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട്. ഈ പൈസ എന്തിനു കൊടുത്താണെന്ന് വ്യക്തമാകുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പൈസ സ്വീകരിച്ച വ്യക്തിയുടെ അടുത്ത ബന്ധു കേരള ഗവൺമെന്റിലെ വളരെ ഉന്നതനായ ഒരാളായതുകൊണ്ട് മറ്റെന്തെങ്കിലുമുള്ള താല്പര്യാർത്ഥം കൊടുത്തതാകാം എന്ന് കൃത്യമായിട്ട് ഒരു കോടതി ജഡ്ജ്മെന്റിൽ നിരീക്ഷിക്കുകയാണ്. അതിനുശേഷം SFIO ഈ അന്വേഷണം ഏർപ്പെടുന്നു. അപ്പൊ നമ്മൾ പറയുന്നത്, നമ്മളിപ്പോ പറഞ്ഞ ലാസ്റ്റ് കണ്ട സംഗതി ED നടത്തിയ റെയ്ഡാണ്. ED ഇതിനകത്ത് അവസാന ഭാഗത്താണ് വന്നിരിക്കുന്നത്. നമ്മൾ അതിനു മുമ്പ് ഈ പറഞ്ഞ വിധിന്യായങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ EDയെ ബ്ലെയിം ചെയ്തുകൊണ്ട് EDയുടെ രാഷ്ട്രീയ വേട്ട മാത്രം പശ്ചാത്തലമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനാണ് ഈ മാസപ്പടി എന്ന് വിളിക്കുന്നത് റീറ്റെയിനർ എന്ന് പറയുന്ന കാര്യമല്ലേ? നമ്മുടെ നാട്ടിലെ കോർപ്പറേറ്റ് കമ്പനികളും റീറ്റെയിനർ മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി റീറ്റെയിനർ മാസപ്പടിയല്ല. മാസപ്പടി എന്ന് പറയുന്ന പടി എന്ന് പറയുന്ന സംഭവം വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം അത് കൈക്കൂലി എന്നാണ്. സർക്കിൾ ഇൻസ്പെക്ടർമാർ പടി വായിക്കുന്നു. ഇൻസ്പെക്ടർമാർ ഇൻസ്പെക്ടർ അത് കരാറിലെ കാര്യമാണ്. റീറ്റെയിലർഷിപ്പ് എന്നുള്ളത് കരാറിലുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പണം കൊടുക്കാത്ത സർവീസിനുള്ളതാണ്. ഞാൻ ചോദിച്ചത് അല്ലല്ല, ഒരു സെക്കൻഡ്, ഞാനത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. പക്ഷെ അതിനകത്ത് വളരെ അതിന്റെ എക്സ്പ്ലനേഷൻ അവർ കൊടുക്കുന്നുണ്ട്. അല്ലല്ല, അതിനകത്ത് വളരെ ഇത് സേവനത്തിന് നൽകാത്ത സേവനത്തിലുള്ള റീറ്റേണർഷിപ്പ് എന്നാണ്. അതുകൊണ്ടാണ് അത് മാസപ്പടിയാവുന്നത്. അല്ലല്ല രാഹുലെ, കൊടുക്കാത്ത സേവനത്തിനുള്ള
പൈസ എന്ന അർത്ഥത്തിലാണ് മാസപ്പടി എന്ന് വിവർത്തനം ചെയ്യപ്പെട്ടത്. അത് മനസ്സിലായോ? കൊടുക്കാത്ത സേവനത്തിലുള്ള പൈസ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിൽക്കുന്നത് 3 ലക്ഷവും 5 ലക്ഷവും റീറ്റെയിനർഷിപ്പിലാണ് നിൽക്കുന്നത്. ഇനി 2, ഇതിലെ ക്രിമിനൽ ഇന്റന്റ് വ്യക്തമാകണമെങ്കിൽ പിണറായി വിജയൻ ഏതെങ്കിലും വഴിവിട്ട സഹായം ഈ കമ്പനിക്ക് ചെയ്തു കൊടുത്തു തെളിയിക്കണ്ടേ? അങ്ങനെ ഒരു ആരോപണം ഇതേവരെ SFIO അല്ലെങ്കിൽ EDO തെളിയിക്കുന്നുണ്ടോ? പിണറായി വിജയൻ പിന്നെ എന്തിനാണ് മോഷത്തിന് വേണ്ടിയാണ് ഈ പൈസ കൊടുക്കുന്നത്? എന്റെ പൊന്നു രാഹുലെ, താങ്കൾ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ പറയരുത്. കരിമണൽ കർത്തയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന സഹായങ്ങൾ ഒരാളിൽ നിന്നല്ല, പല രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അല്ല, താങ്കൾ അത് തെളിയിച്ചേ പറ്റൂ എന്നൊന്നും ഇവിടെ പറയരുത് ഈ ഫ്ലോഗിൽ ഇരുന്നുകൊണ്ട്. അല്ലല്ല, അങ്ങനെയല്ല. എന്ത് സേവനമാണ് തിരിച്ചു കൊടുത്തതെന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലല്ല, ഒരു സെക്കൻഡ് കേൾക്കൂ. ഈ 2 കോടി രൂപയ്ക്ക് തിരിച്ച് പിണറായി വിജയൻ എന്തു ചെയ്തു കൊടുത്തു എന്നൊരു ആരോപണം പോലും SFIOയിലും ഈ EDയിലും ഇല്ല. ഇനി 2 തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. അപ്പൊ ഈ ദശലക്ഷക്കണക്കിന് രൂപകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മേടിച്ചത് എന്ത് സേവനം കൊടുത്തിട്ടാ? ഇവരുടെ എല്ലാം പ്രത്യയശാസ്ത്രത്തോട് താല്പര്യം ഉണ്ടായിട്ട് കരിമണൽ കർത്ത എന്ന് വിളിക്കുന്ന ശശിധരൻ കർത്ത കൊടുത്തതാണോ? അത് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ അല്ലല്ല വിധിന്യായത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് CMRന്റെ ഉദ്യോഗസ്ഥർ തന്നെ മൊഴി കൊടുത്തിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് പല ഘട്ടത്തിലും പല സേവനങ്ങളും പലരിൽ നിന്നും കിട്ടേണ്ടതായിട്ടുണ്ട്, അതിനുവേണ്ടി ഞങ്ങൾ പണം കൊടുക്കുന്നുണ്ട് എന്ന്. ഞാനത് ആദ്യം ഞാൻ ആ സ്റ്റാൻഡിലായിരുന്നു. ഈ രാഷ്ട്രീയക്കാരെല്ലാം അഴിമതി നടത്തിയാണോ? അതൊക്കെ അന്വേഷിക്കേണ്ടതാണ്. അല്ല, ഇവിടെ മറ്റൊരു രീതിയിൽ കൈക്കൂലി വന്നിരിക്കുകയാണ്. അല്ല, മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഓരോ മാസവും 8 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് മറ്റൊരു രീതിയിലുള്ള ഇടപാട് വന്നൂടെ? എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുത്തു തെളിയിക്കണം. അങ്ങനെ ഒരു ആരോപണം പോലും ഇതുവരെ കേട്ടില്ല. പിണറായി വിജയൻ 2 കോടി രൂപയ്ക്ക് എന്ത് ചെയ്തു കൊടുത്തു? സാറ് ഈ പറഞ്ഞ പോലെ നൂറുകണക്കിന് 10,000-കണക്കിന് ലോറി കരിമണൽ ഈ കർത്തയുടെ CMRലേക്ക് ഒഴുകിയത് കണ്ണടച്ചു കൊടുത്താൽ മതി. കണ്ണടച്ചു കൊടുത്തു നാട്ടിലെ പോലീസ് എന്ന് പറയുന്ന ഒരു ടേമെങ്കിലും ഉണ്ടോ? എന്താണ് SFIO അന്വേഷിച്ചത് ഈ പണം സേവനം നൽകിയാണോ സ്വീകരിച്ചത് എന്നുള്ള കാര്യമാണ്. സേവനം നൽകിയാണോ ഈ സേവനം ഈ പണം സ്വീകരിച്ചത് എന്നുള്ള കാര്യമാണ്. താങ്കൾ അത് കൺഫ്യൂഷൻ ആക്കരുത്. അല്ലല്ല, ശ്രീ മഞ്ജുഷ്, കമ്പനികൾക്കിടയിലുള്ള ഫ്രോഡ് മാത്രമാണ്. CMRലും എക്സാലോജിക്കും തമ്മിലും CMRലും വീണ വിജയനും തമ്മിലുള്ള ഫ്രോഡ് ട്രാൻസാക്ഷനെ കുറിച്ചാണ് SFIO അന്വേഷിച്ചത്. അതാണ് അവർ കണ്ടെത്തിയത്. അതിന് ക്രിമിനാലിറ്റി വരണമെങ്കിൽ അതിന് തത്തുല്യം പ്രതിഫലമുള്ള വേറെ എന്തെങ്കിലും കിട്ടിയെന്ന് പറയണ്ടേ? ഇല്ലെങ്കിൽ 2 കമ്പനികൾ തമ്മിലുള്ള സ്വകാര്യ അടുത്ത CBI വരട്ടെ. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, താങ്കൾക്ക് ഇതിൽ സംശയമുണ്ടോ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.